എന്തായി ജെസി? കൈക്ക് നടന്ന എമർജൻസി ഓപ്പറേഷൻ കഴിഞ്ഞു. സക്സസ് ആയിരുന്നു. ഇപ്പൊ പറയത്തക്ക മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. കുറച്ചു ദിവസത്തേക്ക് റെസ്റ്റ് വേണമെന്നാ ഡോക്ടർ പറഞ്ഞേ. ഈശ്വര, ഇപ്പൊ പോസ്റ്റ് ഓപ്പറേഷൻ വാർഡിലേക്ക് കൊണ്ടുവരും. അപ്പൊ നിനക്ക് കയറി കാണാം. താങ്ക്സ് ജെസി. ശരി ചേച്ചി, വിവേകേട്ടന്റെ കാര്യത്തില് പകുതി സമാധാനമായി. നമുക്കിനി വീട്ടിലേക്ക് പോയാലോ? സഹദേവ് മാമൻ ഏത് ആശുപത്രിയിലാണ് കിടക്കുന്നതെന്ന് നിങ്ങൾക്ക് ആർക്കെല്ലാം അറിയാവോ? എങ്ങനെ അറിയാനാ? നമ്മളീ ഓട്ടപ്പാച്ചിലിനിടയിലായി പോയില്ലേ. എനിക്ക് മാമനെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. എനിക്കും ഒന്ന് കാണണമെന്നുണ്ട് മോളെ. ആ സുമേഷും അംബികയുള്ള സ്ഥിതിക്ക് നമ്മളിപ്പോ കേറി ചെന്ന എങ്ങനെയാ? ഈശ്വര, സഹദേവേട്ടന് ആപത്തൊന്നും വരുത്തില്ലേ? സുമേഷേട്ടനും മാമിയൊക്കെ ഞങ്ങളോട് എന്ത് കാണിച്ചാലും സഹദേവ് മാമനെ ഞങ്ങൾക്ക് മറക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ആകാശേട്ടനെ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ഹലോ അഖില. ഹലോ ആകാശേട്ടാ, സഹദേവ് മാമൻ ഏത് ഹോസ്പിറ്റലാ? ശരി, അതെ, സഹദേവ് മാമൻ ഈ ആശുപത്രി തന്നെയാ ഉള്ളത്. ഈശ്വര, നന്നായി. എന്റെ ദേവി, മാമന് ആപത്തൊന്നും വരുത്തല്ലേ. അച്ഛൻ ഇപ്പൊ എങ്ങനെയുണ്ട് മോനെ? ഇത്തിരി സീരിയസ് ആണെന്നാ ഡോക്ടർ പറഞ്ഞത്. സമയത്ത് ആശുപത്രിയിൽ എത്തിക്കാൻ പറ്റുകൊണ്ട് മാത്രമാണ് അച്ഛൻ്റെ ജീവൻ രക്ഷിക്കാൻ പറ്റിയത്. മാമനെ ഒന്ന് കാണണം. ഇപ്പോഴത്തെ അവസ്ഥയിൽ അച്ഛനെ കാണാൻ ആരെ അനുവദിക്കുന്നില്ല. കുറച്ചുകൂടെ ബെറ്റർ ആയാലേ കാണാൻ പറ്റൂ. അങ്ങനെയാണെങ്കിലേ ഞങ്ങൾ വീട്ടിൽ പോയിട്ട് 2 ദിവസം കഴിഞ്ഞു വരാം മോനെ. അതാ ആൻറ്റി നല്ലത്. ചേച്ചി സമാധാനമായിട്ട് പോക്കോ, വിഷമിക്കണ്ട. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം. ചെല്ല. അപ്പച്ചി ചേച്ചിയും കൂട്ടി പോയിക്കോ, ഞാൻ പിന്നെ വന്നോളാം. നഴ്സിംഗ് റൂമിലെ ബാഗ് ഇരിപ്പുണ്ട്, നിങ്ങൾ അതെടുത്തോണ്ട് പോയിക്കോ. എന്നാ ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ. മോളെ. ഓടെ മോനെ. ഞാനിവിടെ ഡ്യൂട്ടി റൂമിലുണ്ടാവും. ആകാശേട്ടന് എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്റെ ഫോണിലൊന്ന് വിളിച്ചാൽ മതി. എന്നാ ഞാൻ ചെല്ലട്ടെ. ശരി. അനക, എന്താ ആകാശേട്ടാ? ഏയ് ഒന്നുമില്ല. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.